ഞാൻ സംബന്ധിച്ചാറിൻ്റെ അടുത്ത വീഡിയോ ആണ്. ഫസ്റ്റ് വൺ വരുന്നത് ഇതാട്ടോ. ഇതൊരു ലൈറ്റ് കളർ ചാർട്ട്, നല്ല ഭംഗിയുള്ള പേസ്റ്റൽ ലൈറ്റ് കളർ ചാർട്ടിൽ വന്നേക്കുന്ന ഐറ്റമാണ്. ഇത് പേസ്റ്റൽ ഗ്രീൻ ആട്ടോ ഷെയ്ഡ്. ഫ്രണ്ട് പോർഷനിൽ നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റം. ഇതാണ് ഫ്രണ്ട് പോർഷൻ ഡിസൈൻ വരുന്നത്. 1000 ബിലോ റേഞ്ചിൽ നല്ല മെറ്റീരിയൽ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബോട്ടം സെയിം കളറാട്ടോ, നല്ല ഭംഗിയുള്ളൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ്. കോമ്പിനേഷൻ വരുന്നത് പേസ്റ്റൽ ടൈപ്പ് കോമ്പിനേഷൻസ് തന്നെയാണ്. പേസ്റ്റൽ പീച്ച്, പിന്നെ ഒരു ബ്ലൂ, പിങ്ക്, ആ ഒരു കളർ കോമ്പിനേഷൻ വെച്ചിട്ടാണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത്. അത് ആ ഒരു അങ്ങനെ തന്നെ ചെയ്യുന്ന കേട്ടോ നല്ലത്. ഇതിലോട്ട് കൊണ്ട് ഡാർക്ക് കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്ര ഭംഗി കിട്ടത്തില്ല. അപ്പോൾ ആ ഒരു കളർ കോമ്പിനേഷൻ വെച്ചിട്ട് തന്നെ ഇതിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തേക്കുന്നത്. ബാക്കി മൊത്തം കട്ട് ബീഡ്സ് ആട്ടോ, സെയിം കളർ. നമുക്ക് ആ ഒരു ടോപ്പിൻ്റെ യൂസ് ചെയ്തേക്കുന്ന കളർ വെച്ച് തന്നെ കട്ട് ബീഡ്സ് മൊത്തം അത്യാവശ്യം നല്ലതായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. ദുപ്പട്ട കോട്ട ടൈപ്പ് നോയൽ മിക്സ് ആയിട്ടുള്ള കോട്ട ഫാബ്രിക്, പക്ഷേ നല്ല സോഫ്റ്റ് ആട്ടോ. സാധാരണ വരുന്നതിന് ഇങ്ങനെ ഇച്ചിരി പറന്ന് നിൽക്കത്തില്ലേ, ഇത് പക്ഷേ ഇത്രയും ഒതുങ്ങി നിൽക്കുന്ന ഫാബ്രിക്കാണ്. നമുക്ക് ആ ഒരു നോർമൽ നോയൽ കോട്ടയുടെ ഫീലല്ല, കുറച്ചുകൂടെ സിൽക്കി ഒരു നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. അപ്പോൾ ഇത്രയും ഇങ്ങനെ ഒതുങ്ങി കിടന്നോളും. പക്ഷേ ഇച്ചിരി ഫ്ലോയി ആട്ടോ, പക്ഷേ ഹാൻഡിൽ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, നല്ല ഫാബ്രിക്കാണ്. അപ്പോൾ ഇതിൻ്റെ ബോട്ടം വരുന്ന സാറ്റിൻ സിൽക്ക് സെയിം കളർ തന്നെ. നമ്പർ Y209, റേറ്റ് 790 മാത്രമേ 790. ഇത് വരുന്നത് നല്ല ലൈറ്റ് ലാവൻഡർ ഷെയ്ഡാട്ടോ. ഇതിൽ കാണുന്ന കളറിനേക്കാളും നേരിട്ടാണ് കുറച്ചുകൂടെ തെളിച്ചക്കൂടുതൽ തോന്നിക്കുന്നത്. ഇതിൽ ഭയങ്കര ലൈറ്റായിട്ട് ഫീൽ ചെയ്യുന്നു. നേരിട്ട് കുറച്ചുകൂടെ നല്ല കളറാണ്, കുറച്ച് നല്ല ഒരു പേസ്റ്റൽ ഒരു ലാവൻഡർ ഷെയ്ഡാണ്. കോമ്പിനേഷൻ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ലാവൻഡറിൻ്റെയും ആ ഒരു പീച്ച് ബ്ലൂ കോമ്പിനേഷൻ കൊടുത്താണ് ചെയ്തേക്കുന്നത്. സെയിം കളർ തന്നെ ലാവൻഡർ ഷെയ്ഡ്, ലൈറ്റ് ലാവൻഡർ ഷെയ്ഡിലുള്ള ബീഡ്സ് ഉപയോഗിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ലൈറ്റർ ഫീൽ വരുന്നുണ്ട്. ശരിക്കുള്ള ഇതിൻ്റെ ഭംഗി കിട്ടണില്ല. ഞാൻ അടുപ്പിച്ച് കാണിക്കാം, നമുക്ക് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. അതാ ഇതുപോലെ വരെ മെറ്റീരിയലും കാണാൻ നല്ല കേട്ടോ. ഇതുപോലെ സെൽഫ് ഡിസൈനിങ് ലൈൻ പോലെ പോകുന്നുണ്ട്. നല്ല ഫാബ്രിക്ക്. 790 എന്നുള്ള റേഞ്ച് അല്ല, അതിൽ കൂടുതൽ എന്തായാലും പറയും. ഞാൻ ശരിക്കും വിചാരിച്ചത് ഒരു 890 990 ഉറപ്പായിട്ടും ഉണ്ടാവുന്നതാണ്. പക്ഷേ നമുക്ക് അത്രയും റേറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഏകദേശം ലുക്ക്. ദുപ്പട്ടയ്ക്ക് അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉണ്ട്. നല്ല ഫാബ്രിക്കാകും കൊടുത്തേക്കുന്നത്. നമ്പർ Y211, റേറ്റ് 790 790. പേസ്റ്റൽ പീച്ച് കളറാണ് ഇത്. ഞാൻ പറഞ്ഞ പോലെ കളർ ഇതിൻ്റെ അകത്ത് കാണുമ്പം ഭയങ്കര ലൈറ്റ് ഒരു പൗഡർ പീച്ചിൻ്റെ ലുക്കിലാണ് ഇരിക്കുന്നത്. ഇത് കുറച്ച് പേസ്റ്റൽ ടൈപ്പ്, കുറച്ചുകൂടെ തെളിച്ചുള്ള കളറാണ് കേട്ടോ. പൗഡർ ഷെയ്ഡ് വരുമ്പോൾ കുറച്ചുകൂടെ ലൈറ്റായിട്ട് വരും. എനിക്കൊന്ന് നിങ്ങൾ കാണുന്ന ചിലപ്പോൾ ആ ഷെയ്ഡായിരിക്കും. നേരിട്ട് കുറച്ചുകൂടെ തെളിച്ചുകൊണ്ട് നല്ല കളറാണ്. അപ്പോൾ ഇതിലും കോമ്പിനേഷനൊക്കെ സെയിം തന്നെയാണ്. മെയിനായിട്ട് പിങ്ക് ബ്ലൂ കോമ്പിനേഷനിലാണ് ചെയ്തേക്കുന്നത്. നല്ല കളർ കോമ്പിനേഷനാണ് കേട്ടോ. വർക്കും നല്ലതാണ്. നമുക്കിത് അടുത്ത് കാണുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ഭംഗി മനസ്സിലാവുള്ളൂ. ഇങ്ങനെ അകലേന്ന് ആ കളർ കറക്റ്റ് ആ ഒരു ഫോണിൽ കിട്ടാത്തതിൻ്റെ പ്രശ്നം എനിക്ക് തോന്നുന്നു. അല്ലാതെ അകലേന്ന് കാണുമ്പോൾ നല്ലതാണ്. എനിക്ക് തോന്നി ഫോണിൽ എടുക്കുമ്പോഴത്തേനും കുറച്ചുകൂടി ലൈറ്റായിട്ട് തോന്നിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്ത് പറയുന്നത് കേട്ടോ. നേരിട്ട് കുറച്ചുകൂടി നല്ല ഷെയ്ഡാണ്, തെളിച്ചുള്ള കളർ. ബോട്ടം ഒക്കെ സെയിം കളർ തന്നെയാണ് കേട്ടോ. ഇതാ ഇതുപോലെ മെറ്റീരിയൽ സോഫ്റ്റ് ആയിട്ട് അതൊരു പേപ്പർ വെച്ചേക്കുന്നുണ്ട്, അങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ. ഇതല്ലേ നല്ലതായിട്ട് ഒതുങ്ങി, നല്ല ഫാബ്രിക്കാണ്. റഫായിട്ട് യൂസ് ചെയ്യാം. ബീഡ്സ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ദുപ്പട്ട ഇതുപോലെ വരും. നമ്പർ Y210, റേറ്റ് 790. ലാസ്റ്റത്തെ കളർ വരുന്നത് ഇത് നല്ല വെറൈറ്റി കളറാണ് കേട്ടോ. ഇത് നമുക്ക് അത്യാവശ്യം ഇങ്ങനത്തെ ഈ ഒരു കളർ ചാർട്ടൊക്കെ നമ്മളൊരു ഫംഗ്ഷനൊക്കെ ആണെങ്കിലും സെലക്ട് ചെയ്യാറുള്ള കളേഴ്സ് പോലെയാണ് ഇരിക്കുന്നത്. ലൈറ്റ് കളേഴ്സ് സെലക്ട് ചെയ്യുന്ന അങ്ങനത്തെ ഫംഗ്ഷൻസ് ഒക്കെ ഇല്ലേ, ആ ഒരു രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നല്ല കളേഴ്സാണ്. അപ്പോൾ ഇത് വരുന്നത് ഒരു സിൽവറിഷ് ഗ്രേ കളർ എന്ന് പറയാം. ഭയങ്കര ഓവറായിട്ട് നിൽക്കത്തുമില്ല, എന്നാൽ ഭയങ്കര ഡിമ്മായിട്ട് ഫീൽ ചെയ്യത്തില്ല. ഇങ്ങനത്തെ ഷെയ്ഡ്സ് ഒക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ ആ ഒരു മൊത്തത്തിൽ ഇട്ട് കഴിഞ്ഞാലും കാണാൻ രസമാട്ടോ. തീരെ ലൈറ്റ് ആണെങ്കിൽ പോലും കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അതിങ്ങനെ ഒരുമിച്ച് ഒരേപോലെ എല്ലാവർക്കും എടുത്തിട്ട് കോൺട്രാസ്റ്റ് അങ്ങനെയൊക്കെയുള്ള ഒരു കോമ്പിനേഷൻ കൊടുത്ത് ചെയ്യാൻ പറ്റുന്ന സൈസ് കളറാണ് ഇതൊക്കെ. വെറൈറ്റി ആയിട്ട് നിൽക്കും. സാധാരണ നമ്മൾ എടുക്കുന്നതിനേക്കാളും കുറച്ച് വെറൈറ്റി ലുക്കിൽ കിട്ടുന്ന ഒരു ഐറ്റം. കളർ കോമ്പിനേഷൻ നല്ല പിങ്ക്, പീച്ച്, ബ്ലൂ ഒക്കെ അതിൻ്റെ അകത്ത് വരുമ്പോഴത്തേനും നല്ല ഭംഗിയായിട്ട് നിൽക്കും. അതായത് ഈ ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവരുടെ കാര്യമാണ് കേട്ടോ. എല്ലാവർക്കും ചിലർക്കൊക്കെ ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡ്സാണ് ഇഷ്ടം. പിന്നെ ലൈറ്റ് ആണെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാൻ നല്ലതാണ് കേട്ടോ. എപ്പോഴും ഡാർക്ക് ഇടുന്നവരാണെങ്കിലും പെട്ടെന്നൊരു ലൈറ്റ് ഷെയ്ഡിലോട്ട് മാറുമ്പം ഒരു ഭംഗി കൂടുതൽ തോന്നിക്കും. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ എടുക്കാം. ചിലർ ലൈറ്റ് മാത്രം ഉപയോഗിക്കുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത്. സെയിം തന്നെ കളറാണ്. മെറ്റീരിയൽ ഡിഫറെൻറ്റാണ്. നോയൽ കോട്ട ഫാബ്രിക്കാണ്. ഒതുങ്ങി കിടക്കും. ഭയങ്കര അങ്ങോട്ട് ഇങ്ങനെ ഷിഫോൺ പോലെ കിടക്കും എന്നല്ല, എന്നാലും നമുക്ക് അത്യാവശ്യം ഒതുങ്ങി കിടക്കുന്ന സൈസ് ഫാബ്രിക് കേട്ടോ. ബോട്ടം സാറ്റിൻ സിൽക്ക് സെയിം ഗ്രേ മിക്സ് ആയിട്ടുള്ള ഷെയ്ഡ്. നമ്പർ Y208, റേറ്റ് 790 790.